തുടക്കം കുറിച്ച വളരെ ഫലമുള്ള മഹത്തായ ദിക്റിൻ്റെ മജ്ലിസ്, അതിൻ്റെ ഒരു വാർഷിക മജ്ലിസിലാണ് നാം ഒക്കെ ഉള്ളത്. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ച് ആ ദിക്റിൻ്റെ മജ്ലിസിൻ്റെ 60ാം വാർഷിക സദസ്സിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നീണ്ട 60 വർഷക്കാലം ഈ ദിക്ർ മുടങ്ങാതെ നിലനിർത്തി കൊണ്ടുപോരാൻ സാധിച്ചു എന്നുള്ളത് അതൊരു വലിയ തൗഫീഖാണ്. ഇത് തുടക്കം കുറിച്ച ആളുടെ അവിടുത്തെ ആ വലിയ ഇഖ്ലാസും അവിടുത്തെ ആ വലിയ താല്പര്യവും അതിനനുസരിച്ച് ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മഹത്തായ ദിക്റിൻ്റെ മജ്ലിസ് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഇതുകൊണ്ട് അവർക്കൊക്കെ ലഭിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വഅലം അന്ന ഫീ ദിക്രില്ലാഹി തആല ഖംസ ഖിസാലിൻ മഹ്മൂദ. അള്ളാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസുകളിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഓരോ കാര്യങ്ങളിലും, ദിക്റിൻ്റെ മജ്ലിസുകളിലൊക്കെ 5 മഹത്തായ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അവ്വലുഹ അന്ന ഫീഹി റിളല്ലാഹി തആല. ഒന്നാമതായി ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കും. നമ്മളൊക്കെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനാണ്. അതാണ് യാ അയ്യത്തു അൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർദിയ. ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുകയും അള്ളാഹുവിനെ അങ്ങോട്ടും അതുപോലെ എല്ലാ പൊരുത്തവും സമ്പാദിച്ചുകൊണ്ട് നമുക്ക് യാത്ര പോകാൻ കഴിയണം. അതിന് കാരണമാകുന്ന ഒന്നാണ് ദിക്റുല്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കണം. രണ്ടാമതായി പറഞ്ഞത് കാണാം, വസാനി അന്നഹു യസീദു ഫിൽ ഹിർസി അല ത്വാഅത്തി. നല്ല കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദിക്റിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ, നല്ല ദിക്റുകൾ ചൊല്ലിയാൽ നല്ല നല്ല കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കും. ഇതിങ്ങനെ പറഞ്ഞിട്ട് മഹാന്മാർ പറയുന്നുണ്ട്, വസാലിസു അന്ന ഫീഹി ഹിർസൻ മിനശ് ശൈത്വാൻ. ശൈത്വാനിൽ നിന്നുള്ള വലിയ കാവൽ ഈ ദിക്റുകളെ കൊണ്ടൊക്കെ ലഭിക്കും. ഈ ദിക്റുകളെ കൊണ്ട് അവനക്ക് പിശാചിൻ്റെ കെണിവലകളിൽ നിന്ന് സലാമത്ത് കിട്ടുമെങ്കിൽ അവൻ്റെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ആക്കി തീർക്കാൻ അവനക്ക് ഈ ദിക്റുകൾ കാരണമായി സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വറാബിഉ അന്ന ഫീഹി റിഖത്തൽ ഖൽബി. ദിക്ർ ചൊല്ലുന്നതിലൂടെ മനുഷ്യൻ്റെ മനസ്സ് ലോലമായി തീരും. നമ്മുടെ ഖൽബിനുക്ക് വലിയ മാറ്റം സംഭവിക്കും. ഓരോ തവണ ദിക്റുകൾ അവൻ ചൊല്ലുമ്പോഴും അതിലൂടെ അവൻ്റെ മനസ്സിന് വലിയ മാറ്റം വരികയാണ്. ആ മനസ്സിന് വലിയ ലോലമായ ഒരവസ്ഥ വന്ന് അവനക്ക് അള്ളാഹുവിനോടുള്ള താല്പര്യം അതിലൂടെ വർദ്ധിക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അഞ്ചാമതായി ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അയ്യംനഉഹു മിനൽ മആസി. സർവ തെറ്റുകളിൽ നിന്നും അവനിക്ക് ഈ ദിക്ർ അവനെ തടഞ്ഞു നിർത്തുമെന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 60 വർഷം പിന്നിട്ട ഈ മഹത്തായ ഈ മുബാറക്കായ ഈ മജ്ലിസ് നമ്മളൊക്കെ ഇത് ഏറ്റെടുക്കുകയും ഇതിൽ നമ്മളൊക്കെ പങ്കെടുക്കുകയും ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഇതിലൊരു പങ്കാളിത്തം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് നല്ല മരണം ലഭിക്കാൻ, നല്ല സ്വാലിഹീങ്ങളെ മുന്നിലുള്ള ഇരുത്തം നമുക്ക് ലഭിക്കാൻ എല്ലാത്തിനും ഇത് കാരണമാണ്. അർഹമുർ റാഹിബീനായ റബ്ബ്
ഇത് നമുക്കൊക്കെ ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും അള്ളാഹുവിൻ്റെ ആ വലിയ പൊരുത്തം സമ്പാദിച്ച് അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കാനുമൊക്കെ അള്ളാഹു ഇത് കാരണമാക്കി തരട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പങ്കെടുത്ത എത്രയോ ആളുകൾ, ഇത് സ്ഥാപിച്ച ബഹുമാനപ്പെട്ട PCH അബ്ദുൽ കരീം മുസ്ലിയാർ അടക്കം, അവിടുത്തെ ഭാര്യയടക്കം, അതുപോലെ തന്നെ അവിടുത്തെ മകൻ പ്രിയപ്പെട്ട കുഞ്ഞിമോ മുസ്ലിയാർ അടക്കം പലരും വിട പറഞ്ഞുപോയി. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരുപാട് ആളുകൾ, കൈപ്പറ്റ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ, പ്രിയപ്പെട്ട കരീം മുസ്ലിയാരുടെ വീട്ടിൽ ഇത് നടന്നു വരുമ്പോൾ സ്ഥിരമായി പങ്കെടുത്തിരുന്നവർ, അവർക്കെല്ലാം അല്ലാഹു തആല ഈ മജ്ലിസിൻ്റെ സന്തോഷങ്ങൾ അവരെ ഖബറിലെത്തിച്ച് അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് ഈമാൻ സലാമത്തായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നല്ല മരണം അള്ളാഹു ഇത് കാരണമായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു നല്ല സമാധാനം നൽകി എല്ലാ നിലക്കുമുള്ള ഇസ്സത്ത് നമ്മുടെ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിനും ഇന്ത്യ രാജ്യത്തുള്ള സർവ്വജനങ്ങൾക്കും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.